കേരളത്തിൽ ഏറ്റവും ആദ്യം ഓരോ ട്രെൻഡ്സ് വരുന്ന ജില്ല ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ആ ട്രെൻഡ് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും ഈ ജില്ലക്കാർ അടുത്ത ട്രെൻഡ് കൊണ്ടുവന്നുണ്ടാവും. ഫാഷന്റെ കാര്യത്തിൽ അത്രയ്ക്കും അപ്ഡേറ്റഡ് ആണ് കാസർഗോഡ് എന്ന ജില്ല. ലോകത്തിന്റെ തന്നെ ഫാഷൻ ക്യാപിറ്റലാണ് മിലാൻ എന്ന് പറയുന്ന നഗരം. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച ഷോപ്പിംഗ് സ്ട്രീറ്റും സ്വാഭാവികമായിട്ടും ഇവിടെ തന്നെയാണ്. നമുക്ക് ആ മാപ്പ് ഒന്ന് ചുരുക്കി നോക്കിയാൽ കേരളത്തിന്റെ ഫാഷൻ ക്യാപിറ്റലായി നിസ്സംശയം കാസർഗോഡ് എന്ന ജില്ലയെ തെരഞ്ഞെടുക്കാം. ഈ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളതും കാസർഗോഡിന്റെ കൊമേഴ്ഷ്യൽ ഹബ്ബ് എന്നറിയപ്പെടുന്ന സിറ്റിയാണ് കാഞ്ഞങ്ങാട്. 1975 മുതൽ നോക്കുകയാണെങ്കിൽ 85% പോപ്പുലേഷനാണ് ഇവിടെ ഇൻക്രീസ് ചെയ്തത്. ഒരു നഗരം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഏറ്റവും മികച്ച സൂചനയാണിത്. കഴിഞ്ഞ തവണത്തെ സെൻസസ് കണക്ക് പ്രകാരം 1,35,538 ആളുകളാണ് ഇവിടെ സ്ഥിര താമസമാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 3,713 ആളുകൾ തിങ്ങിപ്പാർക്കുന്നു. മത്സ്യബന്ധനവും കൃഷിയും പ്രധാന വരുമാന സ്രോതസ്സാക്കിയിരുന്ന കാഞ്ഞങ്ങാട്ടുകാരിൽ ഭൂരിഭാഗവും പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയതാണ് ഈ മേഖലയിലെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ച പ്രധാന ഘടകം. രണ്ട് പ്രധാന നഗരങ്ങളായ മംഗലാപുരത്തിനും കണ്ണൂരിനും ഇടയിലുള്ള ജംഗ്ഷനിലാണ് കാഞ്ഞങ്ങാട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ നഗരങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ സിറ്റിയായി നമുക്ക് കാഞ്ഞങ്ങാടിനെ കാണാം. വളരെ മികച്ച ജീവിത നിലവാരം പുലർത്തുന്ന ആളുകളാണ് ഇവിടെയുള്ളത് എന്ന് HDI സൂചികയുടെ ഗ്രാഫ് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വികസനത്തിന്റെ സാധ്യതകളെ കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു ജനതയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഹോസ്ദുർഗ് കോട്ട, നിത്യാനന്ദ ആശ്രമം, മഞ്ഞപ്പൊതി ഹിൽസ്, ഗാന്ധി സ്മൃതി മണ്ഡപം തുടങ്ങി നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. കേരളത്തിലെ പ്രശസ്ത കലാസംഘടനയായ കേരള ലളിതകലാ അക്കാദമിയും കാഞ്ഞങ്ങാട് സ്ഥിതി ചെയ്യുന്നു. വാസ്തവത്തിൽ കാസർഗോഡ് ജില്ലയിലെ ന്യൂയോർക്ക് എന്ന പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത്. കാരണം ജില്ലയിലെ മറ്റു നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വീതിയേറിയ നഗരപാതകളും രാത്രിയിൽ തെളിയുന്ന തെരുവ് വിളക്കുകളുമാണ് കാഞ്ഞങ്ങാടിനെ ഈ വിശേഷണത്തിന് അർഹമാക്കിയത്. അതായത് മികച്ച നൈറ്റ് ലൈഫ് പോലും ഉറപ്പുവരുത്തി ഭാവിയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പട്ടണമായി മാറാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്നിവിടെയുണ്ട്. ഈ ഒരു ചെറിയ സറൌണ്ടിങ്സിനുള്ളിൽ തന്നെ ഇത്രയും അധികം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും റെയിൽവേ സ്റ്റേഷനും ഹോസ്പിറ്റലും എല്ലാം ഒരുമിച്ച് വരുന്നത് ഒരു നല്ല നഗരത്തിന്റെ പ്രതീക്ഷകളാണ്. എന്നാൽ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ചെറിയ ചെറിയ മാളുകളും അല്ലാതെ പൂർണ്ണമായി സജ്ജീകരിച്ചിട്ടുള്ള നൂതന സംവിധാനങ്ങളുള്ള ഒരു ബിഗ് മാൾ ഇപ്പോഴും ഇവിടെ യാഥാർത്ഥ്യമായിട്ടില്ല. ഇത്രയും വലിയ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ NRIകളുള്ള സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ആ കേരളത്തിൽ ഏറ്റവും പെട്ടെന്ന് ഫാഷൻ അപ്ഡേറ്റ് ആവുന്നത് കാസർഗോഡും. അപ്പൊ ഇത്രയും ഫാഷൻ സെൻസ് ഉള്ള കാസർഗോഡിലെ കാഞ്ഞങ്ങാട് സിറ്റിയിൽ അറിയപ്പെടുന്ന ബ്രാൻഡുകളൊക്കെ ഇപ്പോഴും വന്നു ചേരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരു മികച്ച ഫാഷൻ സ്ട്രീറ്റ് ഇവിടെ യാഥാർത്ഥ്യമായാൽ അത് ഇവിടുത്തെ മുഖച്ഛായ തന്നെ മാറ്റുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ കാഞ്ഞങ്ങാട് സിറ്റിയിൽ ഒരു ഫാഷൻ സ്ട്രീറ്റിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളമാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം?